എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ JM ക്യാമറാസിലുള്ള അറിയാലോ, യൂസർ ക്യാമറാസ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി. ജോജി ബ്രോ, യെസ്, എങ്ങനെയാണ് ഇപ്രാവശ്യം കുറേ ക്യാമറ ഞാൻ കാണുന്നുണ്ട്? നമ്മുടെ ഇപ്പോൾ കാനോണിന്റെ ഉണ്ട്, അതേപോലെ സോണി, നിക്കോൺ, ഫ്യൂജി, എൻ്റെ ഒക്കെ നല്ല ബ്രാൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള മോഡൽസ് ഒക്കെ പുതിയതാവുന്നല്ലോ. ഏകദേശം 90% നല്ല ബ്രാൻഡ് ന്യൂ ലുക്കുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ ഇരിക്കുന്നത്. നമുക്ക് ഏകദേശം എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാമറാസ്? നമുക്ക് നോർമലി ഒരു 8,000 സ്റ്റാർട്ടിങ് വരുന്നുണ്ട് DSLR. ഇപ്പൊ വൃത്തി കൂടുന്തോറും നമുക്ക് ഏകദേശം ഒരു 15,000 20,000 എബോ അങ്ങനെ മിറർലെൻസ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിൽ മാറ്റങ്ങൾ വരും. നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഇപ്പൊ കാനോണിന്റെ ആണെങ്കിൽ നമ്മുടെ 1500 ഇത് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആണ്. 20,000 ആണ് വില വരുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 15,000. 15,000 രൂപ നമുക്ക് ക്യാമറ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരു പുതിയ ബോക്സ് പിടിച്ച മാതിരിയാണ്, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തല്ലേ. പിന്നെ വരുന്നത് 3,000 വരുന്നുണ്ട്. 3,000 ആണെങ്കിൽ 15,000. 15,000 രൂപ 3,000 നല്ല ക്വാളിറ്റി ഉള്ള ഒക്കെ നല്ല നീറ്റ് ബോഡി കേട്ടോ. നെക്സ്റ്റ് ഏതാണ്? പിന്നെ അവർ 700D വരുന്നത് 20,000. 700 കേട്ടോ, 20,000 രൂപക്ക് നല്ലൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്ലിപ്പ് നമുക്ക് വീഡിയോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നതാണ്. അടുത്ത മോഡൽ 600D 13,000 രൂപ. 13,000 രൂപക്കോ? 13,000 രൂപക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ നല്ലൊരു കിടലൻ ക്യാമറ അല്ലേ? വീഡിയോ അല്ല, കൂടുതലും സ്റ്റില്ലാണ്. ട്രാക്കിംഗ് ഇല്ലാത്തൊരു മോഡലാണ് 600. വീഡിയോ ചെയ്യാൻ നമുക്ക് മാനുവലാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് അവരുടെ 600 2-3 പീസുകളുണ്ട്. ഏകദേശം 13 രൂപ. സീറോ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ബോഡി. 13,000 രൂപ അല്ലേ? ഫംഗസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവര് വരുന്നത് തന്നെ അവരുടെ 4,000D ഉണ്ട്. 4,000D അല്ലേ? 17,000. 17,000 രൂപ കേട്ടോ. ഇതല്ലേ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് ബോഡി കേട്ടോ. പിന്നെ 200D ഉണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാം. ഫ്ലിപ്പ് സ്ക്രീൻ, ടച്ച് സ്ക്രീൻ. നമുക്ക് മിറർലെസ് M15 ഒക്കെ ആ ലെവലിൽ റേഞ്ചിൽ വരുന്ന DSLR 25,000. യൂട്യൂബ് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സാധനം കേട്ടോ. 200D മോഡൽ നല്ല മോഡലാണ്. വ്ലോഗേഴ്സിനൊക്കെ പറ്റിയ 200D. 200D മാർക്ക് 2 നമുക്ക് സ്റ്റോക്ക് ഉണ്ടോ അവിടെ? 200D Mark 2 35,000. 35,000 രൂപ കേട്ടോ. മാർക്ക് 2 ഇത് Mark 2 200D Mark 2 35,000. ലെൻസ് ഏതാ ലെൻസ് വരുന്നത്? അത് 1855 എസ്റ്റീം ലെൻസ്. ലെൻസ് അടക്കാം കേട്ടോ. അല്ല ലെൻസ് അടക്കല്ലേ? കിറ്റ് ലെൻസ് ഉണ്ട് വരുന്നത്. 200D Mark 2 ആണ്. അടുത്തതാണ് പിന്നെ 80D ഉണ്ട്. 80D നമുക്ക് വരുന്നത് ബോഡി ഓൺലി വരുന്നത് 33,000. 33 നമുക്ക് ബോഡി ഓൺലി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവരുടെ 70D ഉണ്ട്, 60D ഉണ്ട്. ആ റേഞ്ചിലൊക്കെ വരുന്ന ബോഡീസും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബോഡി ആണല്ലോ അല്ലേ? അതെ. 80D ഒക്കെ നമുക്ക് പണ്ട് വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്ത സാധനം അല്ലേ? അതെ. വീഡിയോഗ്രാഫിക്ക് പറ്റിയൊരു നല്ലൊരു സാധനമായിട്ട് ബോഡി കേട്ടോ. ഇത് 90D ഉണ്ടോ അവിടെ? 90D ഉണ്ട്. 90D നമുക്ക് വരുമ്പോ 38,000 സ്റ്റാർട്ടിങ്. 38 മുന്നേ നമുക്ക് 90D ഉണ്ട്. 90D ഇറങ്ങി അധികം ആയില്ലല്ലോ, ഒരു 2 കൊല്ലമൊക്കെ ആയില്ലല്ലോ. 2-3 കൊല്ലത്തിനടുത്ത് കാര്യമുള്ളൂ അല്ലേ? നമുക്കൊരു 38,000 രൂപ തൊട്ട് ബോഡി കൊടുക്കാൻ പറ്റും. ഇതേതാ 5D Mark 4. 5D Mark 4 കണ്ടില്ലേ? എങ്ങനെയാ ഇത് വരുന്നത്? Mark 4 വരുന്നത് 40,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 40,000. 40,000 തൊട്ട് നമുക്കൊരു 45, 50, 55 വരെയാണ് അതിന്റെ ഒരു മാർക്കറ്റ്. സൈഡ് റബ്ബറൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി കേട്ടോ അല്ലേ? അതുപോലെ തന്നെ Mark 3 ഉണ്ട്. Mark 3 വരുമ്പോൾ നമുക്ക് ബോഡി സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 15,000 തൊട്ട് ഒരു 20,000 വരെ റേഞ്ചിലാണ് ബോഡിയിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. വേറെ മോഡൽസ് ഉള്ളത്. പിന്നെ അവരുടെ റിബിൾ മോഡൽ വരുന്നത് 15,000 വരുന്നുള്ളൂ. വിത്ത് വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ 15,000 രൂപ കിട്ടും. അതെ. സ്റ്റാർട്ടിങ് 7,000 രൂപയാണല്ലേ? 7-8 രൂപ റേഞ്ചാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് നമുക്ക് പിന്നെ വളരെ പഴക്കമുള്ള മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് 5 രൂപ റേഞ്ചിലും വരും. 5,000 മറ്റേ 1000D എന്നൊക്കെ പറഞ്ഞ മോഡൽ. അപ്പൊ 5,000 രൂപ നമുക്ക് ഇവിടെ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ 5,000 എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. ഇല്ല, പക്ഷെ നോർമലി നമ്മൾ ഫോട്ടോഗ്രാഫി പഠിക്കുന്നവര് വില കുറവ് മാത്രം നോക്കിയിട്ട് ക്യാമറ മേടിക്കരുത്. കാരണം മിനിമം ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 10,000 to 15,000 എടുക്കായിരിക്കും ബെറ്റർ. വളരെ കംപ്ലൈന്റ് കുറവായിരിക്കും. വല്ലാതെ വില കുറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഈ 5,000 സാധനമൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനമായിരിക്കും അല്ലേ? അതെ. അത് നമ്മൾ ഇതേമാതിരി കസ്റ്റമേഴ്സ് വന്ന് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ക്വാളിറ്റിയിൽ നമുക്കൊരു ഫോട്ടോഗ്രാഫി ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ നല്ലൊരു 6D എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രെയിം ക്യാമറയാണ്. അതൊക്കെ നമുക്ക് ഒരു ബോഡി വില ഒരു 10,000 13,000 സ്റ്റാർട്ട് ചെയ്യും. അതിലൊരു 50 ബ്ലോക്ക് ഒക്കെ ഇടുകയാണെങ്കിൽ നല്ലത്. എനിക്ക് തോന്നുന്നു ആ ക്യാമറ ആയിരിക്കും നന്നാവുക. വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പണ്ട് നമ്മൾ വെഡിങ് ഒക്കെ ചെയ്യുന്ന പ്രൊഫഷണൽ ക്യാമറകളാണ്. 5D Mark 4 കുറേ ഉണ്ടല്ലോ. Mark 4 ഇഷ്ടംപോലെ. 80D പറഞ്ഞത് 80D നമുക്ക് 33 സ്റ്റാർട്ടിങ് വരും ബോഡി. ഇതാകുമ്പോൾ ടച്ച് സ്ക്രീൻ, ഫ്ലിപ്പ് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്. വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ഫുൾ HD ഒക്കെ ചെയ്യുന്നവർക്ക് 80D വളരെ നല്ലൊരു ക്യാമറയാണ്. പിന്നെ ഈ ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ബെസ്റ്റ് ക്യാമറയാണ്.
ATD എന്ന് പറഞ്ഞ മോഡൽ. ഇനി നമുക്ക് ആർ സീരീസിൽ കിടന്നല്ലോ. ആർ സീരീസിൽ വേണമെങ്കിൽ അവർ RP എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. RP ഒക്കെ എങ്ങനെയാണ്? ഇത് ഫുൾ ഫ്രെയിം ക്യാമറയാണ്. RP നമുക്ക് വരുന്നത് 53 സ്റ്റാർട്ടിംഗ് പ്രൈസ്. RP ആണ് നമുക്ക് ആർ സീരീസിൽ സ്റ്റാർട്ടിംഗ് വരുന്ന ഫുൾ ഫ്രെയിം ക്യാമറ. ഇത് 0 സ്ക്രാച്ച് ആണ്, ഗുഡ് കണ്ടീഷൻ ആണ്, 53 വരുന്നത്. പിന്നെ ഇതിന്റെ തന്നെ നെക്സ്റ്റ് മോഡൽ R8. R8 വരുമ്പോൾ നമുക്ക് വെറും ഒരു 4 month ഓൾഡ് വിത്ത് വാറന്റിയോട് കൂടിയിട്ട് 83,000 കൊടുക്കാൻ പറ്റും. 83 R8 നല്ല ഉണ്ടോ? ക്ലീൻ ബോഡിയാണ്, ആകെ 3 മാസം പഴക്കമുള്ളൂ. നല്ല ക്ലീൻ ബോക്സ് ബില്ല് കാര്യങ്ങളൊക്കെ വരുന്ന ഐറ്റം. നമുക്ക് വാറന്റി എങ്ങനെയാണ്? 2 വർഷം വാറന്റിയിൽ 3 month ഓൾഡ്. പിന്നെ വരുന്നത് EOS R നമ്മുടെ വരുന്നത് 55,000 സ്റ്റാർട്ടിങ് വരുന്നത്. 55,000 തൊട്ട് വിത്ത് അഡാപ്റ്റർ അടക്കമാണ് 55 രൂപ. 55,000 EOS R വരുന്നുണ്ട്. പിന്നെ അത് വരുന്ന R6 വരുന്നുണ്ട്, R6 Mark II വരുന്നുണ്ട്. R6 Mark II 120 വിത്ത് 1 year വാറന്റി R6 Mark II 120 ആണെങ്കിൽ R6 ഒരു 80, 85, 90 ആ റേഞ്ചിൽ R6ന്റെ പ്രൈസ് വരുന്നത്. ഇപ്പൊ ആറിലുള്ള ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ. പിന്നെ R5 വരുന്നത് 145 വെറും, അതായത് ഇറങ്ങുമ്പോൾ ഒരു 3 ലക്ഷം രൂപ വരെയുള്ള ബോഡി നമ്മുടെ ഇപ്പൊ 145 കണ്ടീഷൻ ഒരു 170, 180 ആ റേഞ്ചിലേക്ക് വരും. ഷട്ടർ കുറവൊക്കെയുള്ള മോഡലൊക്കെ ആണെങ്കിൽ ഒരു 180, 175, 180 ആ റേഞ്ചിലേക്ക്. നമുക്ക് എന്താ വെച്ചാൽ ക്യാമറയുടെ ലുക്കിനും ഷട്ടർ ഭംഗി ഇതാണ് ഒരു ക്യാമറ. ആരാണെങ്കിലും ഞാനാണെങ്കിലും ഒരു ക്യാമറ എടുക്കാൻ വന്നാലും നമ്മൾ ആദ്യം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, ബോഡിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കുക. പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലും ഭംഗി നോക്കിയിട്ടുണ്ട് ക്യാമറ മേടിക്കുക. ഷട്ടർ ഒരു ഘടകമാണ്, അങ്ങനെയല്ല. ഷട്ടർ ഒരു നോർമൽ ഒരു 2 lakhs 3 lakhs എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഷട്ടർ അല്ല. നോർമൽ ഇത് നമ്മൾ പ്രൊഫഷണലൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഒരു 2 lakhs ഒക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ, ഭംഗി വരുമ്പോ ഓട്ടോമാറ്റിക്. നമുക്ക് R സീരീസ് ലെൻസുകൾ നോക്കിയാലോ? R സീരീസിൽ അവരെ 24-105 ഉണ്ട്. എങ്ങനെയാണ് ഇത്? 6 month ഓൾഡ്. 6 മാസം ഓൾഡ് അല്ലേ? വെറും 6 മാസം പഴക്കമുള്ളൂ. RFന്റെ 24-105 എങ്ങനെയാണ് ഇത് വരുന്നത്? 78,000 രൂപ. 78,000 വിത്ത് 2 year വാറന്റി, ബോക്സ് ബില്ല് കാര്യങ്ങളൊക്കെ വരും. ഇത് RFന്റെ 1535. ഇത് വരുന്നത് 125 വില വരുന്നത്. നല്ല നീറ്റ് കണ്ടീഷൻ ആണ്, ഫംഗസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ പ്രൈസ് 125. ഇത് അപ്രൈച്ചർ വരുന്നത് 2.8 ആണ്. വാറന്റി എന്തെങ്കിലും ഉണ്ടോ? വാറന്റി ഇല്ല, വിത്തൗട്ട് വാറന്റി ആണ്. അടുത്ത എങ്ങനെയാണ്? 50 ഇത് കാനോണിന്റെ പ്രീമിയം സീരീസ് ആണ്. 51.2 ലെൻസ്. 1.2 ആണ്. ഇത് 10 month ഓൾഡ് വിത്ത് വാറന്റിയോട് കൂടിയിട്ട് 158 ആണ് നമ്മുടെ ഷോപ്പിൽ വില. 158. അതും ബോക്സും ഇന്ത്യൻ പർച്ചേസ് ആണ്. പിന്നെ അവരുടെ ഓൾഡ് സീരീസ് DSLR ലെൻസുകൾ 24-70 2.8 15 രൂപ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ 1635 ഒരു F4 ലെൻസ് വരുന്നത് 15 രൂപ റേഞ്ച് ഒക്കെ. അത് 24-70. പിന്നെ 24-105 ആണ് നമ്മൾ Mark III കിറ്റ് ലെൻസ് ആയിട്ട് വന്നിരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്വാണ്ടിറ്റി തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 30-35 പീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് നോർമലി 10 to 15 ആണ് റേറ്റ് വരുന്നത്. 10,000 രൂപ തൊട്ട് 15,000 രൂപയാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത്. ഒക്കെ ക്ലീൻ ലെൻസ് ആയിരിക്കും, ഫംഗസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് നമുക്ക് ടെലി വരുന്നത്? ഇത് 100-400 പുഷ് പുൾ ആണ്. 25,000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പുഷ് പുൾ. അതായത് വൈൽഡ് ലൈഫിനൊക്കെ പോകുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ 100-400. ഇതോ 72 നോൺ ഐസ്. ഇത് നോർമലി നമ്മുടെ ഷോപ്പിൽ പ്രൈസ് വരുന്നത് 18,000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് നമുക്കൊരു 30 രൂപയോളം വില വരും. കണ്ടീഷനാണ് അതിന്റെ വില വരുന്നത്. കണ്ടീഷൻ ആയിരിക്കും. IS2 33 രൂപ സ്റ്റാർട്ടിങ് പ്രൈസ്. ഒരു 55 വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. നല്ല ക്ലീൻ പീസ് ഒക്കെ ആണെങ്കിൽ 50-55 റേറ്റ് വരും. സ്റ്റാർട്ടിങ് വരുന്നത് 33 രൂപ. 100 സീരീസ് അത് വിത്ത് വാറന്റിയോട് കൂടിയിട്ട് ഒരു 3 month ഓൾഡ് വെറും 45,000. അടുത്ത് കാണിക്കാം. ഇത് R സീരീസിലെ വൈൽഡ് ലൈഫിന് ബേസിക് ആയിട്ടുള്ളവർക്കൊക്കെ 100-400 ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. 3 month ഓൾഡ് R8 ആയാലും RP ആയാലും EOS R ആണെങ്കിലും നോർമലി R സീരീസിൽ എല്ലാ ബോഡിയിലും ഉപയോഗിക്കാം. ഇത് 200 ബ്ലോക്ക്. ഇത് DSLR ലെൻസ് ആണ്. ഇത് പ്രൈസ് EF ലെൻസ്. ഇത് വരുന്നത് 2.8 ലെൻസ്. ഇത് ഏകദേശം നമുക്ക് 70 രൂപയോളം പുതിയത് വില വന്നിരുന്ന മോഡലാണ്. നമ്മൾ കൊടുക്കുന്നത് 23,000 രൂപ. നമുക്ക് ടെലിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഫിക്സഡ് പടങ്ങൾ ചെയ്യുന്നു, പോർട്രേറ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല പടങ്ങൾ എടുക്കാൻ പറ്റാവുന്ന ഒരു ലെൻസാണ്. നല്ല പ്രൈസ് ആണ്. വെറും 23,000 രൂപ. 85 1.8 എങ്ങനെ റേറ്റ് വരുന്നത്? 85 നമ്മുടെ വരുന്നത് 5,000 രൂപ തൊട്ട് 15,000 വരെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. കണ്ടീഷൻ വൃത്തി. സ്റ്റാർട്ടിംഗ് 5 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 85 1.8 EF. അപ്പോൾ നമുക്കൊരു 5D 6D അല്ലെങ്കിൽ എടുക്കുന്നവർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നല്ല പടങ്ങൾ എടുക്കാനും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ഒക്കെ ആയിട്ട് എടുക്കുന്നവർക്ക് 35 13,000 രൂപ.
F2 ലെൻസ് ആണ്. F2 ലെൻസ് അല്ലേ? F2 കാനോണിന്റെ F2 ലെൻസ്. ഇതേതാ? ഇത് സിഗ്മയിൽ വരുന്നത്. സിഗ്മയിൽ 35 1.4 വില വരുന്നത് നമുക്ക് ഒരു 18,000 രൂപ തൊട്ട് 25 രൂപ 30 രൂപ വരെ കണ്ടീഷൻ അനുസരിച്ച് വില വരുന്നത്. ഈ 1785 ഇത് ക്രോപ്പ് ലെൻസ് ആണ്. ഇത് കാനോണിന്റെ ക്രോപ്പ് ബോഡി ഏത് ബോഡിയിലേക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 3000 4000 70D 80D ഉപയോഗിക്കാൻ പറ്റും. 70D 80D 200D 90D ആ ബോഡിയിലുണ്ട്. അപ്പൊ നമ്മള് കാനോണിന്റെ ഏകദേശം ഇവിടെ കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ ഒരുപാടുണ്ട്. സ്റ്റോക്ക് നമ്മള് ഒരു ടൈം ലിമിറ്റ് ചെറിയൊരു സ്റ്റോക്ക് വെച്ച് മാത്രം വീഡിയോ ചെയ്യുള്ളൂ. നമ്മുടെ ഷോപ്പിൽ വരികയാണെങ്കിൽ ആവശ്യമുള്ള മോഡൽസ് കാനോണില് DSLR അതേപോലെ മിറർലെസിന്റെ RF ലെൻസുകൾ സെലക്ട് ചെയ്യാം, ബോഡികൾ സെലക്ട് ചെയ്തെടുക്കാം. ഒരുപാട് ക്യാമറ ഉണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ പാർട്ട് 1 ആക്കിയാണ്. അടുത്ത് നമ്മുടെ സോണിന്റെ പാർട്ട് 2 കൊടുക്കും, നിക്കോണിന്റെ പാർട്ട് 3 എടുക്കും, ലെൻസുകൾ വന്ന് പാർട്ട് 4 കൊടുക്കും. അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂര് മാതൃഭൂമി ഓഫീസിന്റെ ബാക്ക് സൈഡ് KSRTC റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് മാതൃഭൂമി വരുന്നത്. അതിന്റെ തൊട്ടടുത്താണ്, നടക്കാവുന്ന ദൂരമുള്ളൂ. കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം, ലൊക്കേഷൻ കൊടുക്കാം. സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കണ്ടു പറഞ്ഞ് വരികയാണെങ്കിൽ എന്തെങ്കിലും പറ്റുന്നവർ ചെയ്ത് കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചോദിച്ചു പോകണം, എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ചെയ്ത് കൊടുക്കണം. അങ്ങനെയല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളി. ക്യാമറാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോ പെരുന്നാൾ വിഷു ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇനി അടുത്ത വീഡിയോസ് നമ്മൾ വിഷുവിന്റെ ഓഫീസൊക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അല്ലേ? പെരുന്നാളും വിഷുക്കെ ആയിട്ട് അത്യാവശ്യം നമുക്ക് മാക്സിമം നല്ല റേറ്റിൽ തരാൻ പറ്റും, നല്ല സാധനം തരാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോ വെച്ച് നിർത്താം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത് കാണാം.